സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ 52 ദിവസമായിരുന്നു നിരോധനം. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ബോട്ടുകൾക്ക് കടലിൽ ഇറങ്ങാൻ അനുമതിയുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലേക്ക് പോകാനൊരുങ്ങുന്നത്. സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ട്രോളിംഗ് നിരോധനം പരിസമാപ്തിയിലേക്ക്. ജൂൺ 9 മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമായിരുന്നു നിരോധനം. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ബോട്ടുകൾക്ക് കടലിലിറങ്ങാൻ അനുമതിയുണ്ട്. യന്ത്രവൽകൃത ബോട്ടുകളും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങളുമടക്കം 4200 ബോട്ടുകളാണ് കേരള തീരത്തു നിന്നും മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുന്നത്. ട്രോളിംഗ് നിരോധനം തുടങ്ങിയപ്പോൾ നാട്ടിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തി. തിങ്കളാഴ്ച മുതൽ തന്നെ ബോട്ടുകൾക്ക് കടലിൽ പോകാനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി. ഇന്ധനം, അയസ്, കുടിവെള്ളം, പാചക സാമഗ്രികൾ എന്നിവയെല്ലാം നിറച്ചു. വല കയറ്റിയും പ്രവർത്തനങ്ങൾ നടത്തി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോയെങ്കിലും കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം കാര്യമായി മത്സ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. ലഭിച്ച മത്സ്യങ്ങൾക്കാകട്ടെ വൻ വിലയുമായിരുന്നു പൊതുവിപണിയിൽ ഉണ്ടായിരുന്നത്. അതേസമയം കായലിലെയും പുഴയിലെയും മത്സ്യങ്ങൾക്ക് ഇക്കാലത്ത് ആവശ്യക്കാർ ഏറെയായിരുന്നു. ട്രോളിംഗ് നിരോധനം അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മത്സ്യം ലഭിക്കുന്നതോടെ വിലയിലും മാറ്റമുണ്ടാകും. ബോട്ടുകൾ കടലിലിറങ്ങുന്നതോടെ മത്സ്യബന്ധന തുറമുഖങ്ങളും മത്സ്യബന്ധന അനുബന്ധ കേന്ദ്രങ്ങളും സജീവമാകും. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന നീക്കത്തിനെതിരെ തീരദേശത്ത് പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. മത്സ്യസമ്പത്തെ ബാധിക്കുന്ന തീരുമാനമാണ് ഇതെന്നാണ് മത്സ്യത്തൊഴിലാളികളടക്കം പറയുന്നത്. അതേസമയം മത്സ്യബന്ധനത്തിനായി പോകുന്ന യാനങ്ങൾ ഫിഷറീസ് വകുപ്പിൽ നിന്നും ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നും ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിർബന്ധമായും പാലിക്കണമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം പാലിച്ചു വേണം മത്സ്യബന്ധനം നടത്തേണ്ടത്. ഇത് കടലിൽ വിവിധ യാന വിഭാഗങ്ങളിൽപ്പെട്ടവർ തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കുവാനും സഹായിക്കും. ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധന യാനങ്ങളിൽ സുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണം. മത്സ്യബന്ധനത്തിനായി പോകുന്ന എല്ലാ തൊഴിലാളികളും യാനത്തിന്റെ രജിസ്ട്രേഷൻ രേഖകളും അവരവരുടെ ആധാർ കാർഡുകളും നിർബന്ധമായും യാനത്തിൽ സൂക്ഷിക്കുകയും വേണം. ഓരോ യാന ഉടമയും മത്സ്യബന്ധനത്തിനായി പോകുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ തൊഴിലാളികളുടെയും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള പൂർണ്ണ വിവരങ്ങൾ സമീപത്തുള്ള ഫിഷറീസ് വകുപ്പ് ഓഫീസിൽ നൽകേണ്ടതുമാണ്. നിയമം പാലിക്കാതെ മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. CDNet ന്യൂസ്, ആറാട്ടുപുഴ.